സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരായ വലിയ മുന്നറിയിപ്പുമായി പെരിയ കേസിലെ സുപ്രധാന വിധി വന്നിട്ടുണ്ട്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത CPIM നേതാക്കൾ ഉൾപ്പെടെ 14 പേർ കുറ്റക്കാരെന്ന് വിചാരണ കോടതി കണ്ടെത്തി. പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടുപോയ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്ക് അടുത്ത വെള്ളിയാഴ്ച കോടതി ശിക്ഷ പ്രഖ്യാപിക്കും. കൊലപാതക രാഷ്ട്രീയത്തിന് അറുതിയില്ലേ എന്നാണ് പൊതുജനം ഇപ്പോഴും ചോദിക്കുന്നത്. ഈ വിധികളൊക്കെ അത്തരം കൊലപാതകങ്ങൾക്ക് അറുതി ഉണ്ടാക്കുന്നതാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കും. 6 വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ എത്തിയ വിധി. ശരത് ലാലിനും കൃപേഷിനും നീതി കിട്ടിയോ എന്ന ചോദ്യത്തിന് ഭാഗികമായി മാത്രം എന്നാണ് ഉത്തരം. വിധി വന്ന ശേഷം വാദിഭാഗത്ത് കാര്യമായ സന്തോഷമില്ല. ഒന്നാം പ്രതിയും കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകനുമായ CPIM പെരിയ ലോക്കൽ കമ്മിറ്റി മുന്നംഗം A പീതാംബരനടക്കം 14 പ്രതികളെയാണ് പ്രത്യേക CBI കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത്. 10 പ്രതികളെ കോടതി വെറുതെ വിട്ടു. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം സൃഷ്ടിക്കൽ, മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഉപദ്രവം, തടഞ്ഞു നിർത്തൽ തുടങ്ങിയ വകുപ്പുകൾ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി. 10-15 പ്രതികൾക്കെതിരെ ഗൂഢാലോചന തെളിഞ്ഞതിനാൽ പ്രധാന പ്രതികൾക്കുള്ള ശിക്ഷ അവരും അനുഭവിക്കേണ്ടി വരും. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനും കുറ്റക്കാരനാണെന്ന് CBI കോടതി വിധിച്ചു. കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ച കുറ്റമാണ് KV കുഞ്ഞിരാമൻ ഉൾപ്പെടുന്ന 14, 20, 21, 22 പ്രതികൾക്കെതിരെ തെളിഞ്ഞത്. നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടെങ്കിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന കൊലക്കുറ്റം, ഗൂഢാലോചന പോലെയുള്ള വകുപ്പുകൾ അവർക്കെതിരെ തെളിയിക്കാനാകാത്തത് CPIMന് ആശ്വാസകരമാണ്. പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതികളെ മോചിപ്പിച്ചു എന്നുള്ള കുറ്റം ജാമ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അപ്പീലിന് പോകാവുന്നതുമാണ്. അതായത് CPIM നേതാക്കൾ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കേണ്ടി വരില്ല എന്ന് സാരം. കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത 14 പേരിൽ 10 പേരും CBI പ്രതി ചേർത്ത 10-ൽ 4 പേരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. IPC 225 പ്രകാരമുള്ള കുറ്റം തെളിഞ്ഞെങ്കിലും K മണികണ്ഠൻ, KV കുഞ്ഞിരാമൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവർക്ക് ശിക്ഷ വിധിക്കുന്നതുവരെ ജാമ്യത്തിൽ തുടരാം. ശിക്ഷാവിധി കേട്ട ശേഷം 1-2 പ്രതികൾ മാത്രമാണ് വൈകാരികമായി പ്രതികരിച്ചത്. മറ്റുള്ളവർ കുടുംബ പ്രാരാബ്ധങ്ങൾ പറഞ്ഞ് ശിക്ഷയിൽ പരമാവധി ഇളവ് നേടാനാണ് ശ്രമിച്ചത്. കുറഞ്ഞ ശിക്ഷ ഉറപ്പാക്കി ജയിൽ ഒഴിവാക്കിയ ആശ്വാസം നേതാക്കളുടെ ശരീരഭാഷയിലും കണ്ടു. വിധി വന്നതിന് പിന്നാലെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കനക്കുകയാണ്. ഇരു കൂട്ടരും അപ്പീലുമായി മേൽക്കോടതിയിലേക്ക് വൈകാതെ നീങ്ങും. പെരിയ ഇരട്ടക്കൊലക്കേസ് വിധിയോടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. എന്നാൽ അതിനുള്ള സാധ്യതയുണ്ടെന്ന് 100% ഉറപ്പിച്ച് പറയാനാകില്ല. കാരണം കൊന്നവർ മാത്രമാണ് അകത്തേക്ക് പോകുന്നത്. കൊല്ലിച്ചവർ ഇപ്പോഴും പുറത്തു തന്നെയുണ്ട്. ക്യാമറാമാൻ വിഷ്ണു കച്ചേരിക്കൊപ്പം S ശ്രീകാന്ത്, 24 കൊച്ചി.